നിൽക്കുന്ന ഗ്രീൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സാധാരണ പുരുഷൻ വേട്ടക്കാരനും സ്ത്രീ ഇരയുമാണ്. ഒരു സ്ത്രീ ഉന്നയിക്കുന്ന പരാതി അത് വസ്തുതയാണോ എന്ന് പോലും പരിശോധിക്കാതെ പുരുഷനെ കുറ്റവാളിയായി അവതരിപ്പിക്കാനാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉൾപ്പെടെ ശ്രമിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണേലും ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഒരു വ്യാജ പരാതിയുടെയും ആരോപണത്തിൻ്റെയും പേരിൽ ഒരാളുടെ ആത്മാഭിമാനവും കുടുംബവും തകരുന്നത് നീതിയാണോ? ആരോപണ വിധേയനാകുന്ന പുരുഷന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പോലും ഇക്കൂട്ടർ നിഷേധിക്കുന്ന കാഴ്ച. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിൻ്റെ ആത്മഹത്യ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്? ബസ് യാത്രയ്ക്കിടെ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു യുവതി പങ്കുവച്ച വീഡിയോയെ തുടർന്നുണ്ടായ സൈബർ അധിക്ഷേപവും അപമാനവുമാണ് ആ യുവാവിനെ കടുങ്ക ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇവിടെ ഷിംജിത എന്ന യുവതി ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർത്ത് വൈറൽ താരമാകാൻ നോക്കിയതാണ്. പക്ഷേ ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരുണ്ടല്ലോ, അതവളുടെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. മറുപടി പറയേണ്ടി വരും. ദീപകിൻ്റെ ആത്മഹത്യയിൽ പോലീസിൻ്റെ നടപടിയാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. വെറും 18 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർത്തത്. വീഡിയോ കാട്ടുതീ പോലെ പ്രചരിച്ചതോടെ താൻ നിരപരാധിയാണെന്നും അബദ്ധവശാൽ കൈതട്ടിയതാകാമെന്നും അയാൾ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പലതവണ പറഞ്ഞു. എന്നാൽ വസ്തുതകൾ പരിശോധിക്കുന്നതിന് മുൻപേ സൈബർ ലോകം അയാളെ കുറ്റവാളിയായി മുദ്രകുത്തി. ഒടുവിൽ പൊതുസമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാതെ ദീപക് ജീവിതം അവസാനിപ്പിക്കുന്നു. പുരുഷന്മാർ വ്യാജ ആരോപണങ്ങളുടെ ഇരകളാകപ്പെടുന്ന ഈ സാഹചര്യം നിയമ സംവിധാനങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാനും നടപടി തുടങ്ങി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ പ്രതി വടകര സ്വദേശിനി ഷിംജിത ഒളിവിലാണ്. യുവതിയെ പിടികൂടണമെന്നും എങ്കിൽ മാത്രമേ നീതി ലഭിക്കൂവെന്നും ദീപകിൻ്റെ കുടുംബം പ്രതികരിച്ചു. ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ പ്രതി ഷിംജിത ഒളിവിൽ പോയെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇതോടെ യുവതിക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. മെഡിക്കൽ കോളേജ് SI BR അരുണിനാണ് അന്വേഷണ ചുമതല. യുവതി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ ഇതിനകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികരുടെയും ബസ് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്താനും പോലീസ് നടപടി ആരംഭിച്ചു. ദീപകിന്റെ മരണത്തിൽ പോലീസ് വീട്ടിലെത്തി മാതാപിതാക്കളായ ചോയിയുടെയും കന്യകയുടെയും മറ്റു ബന്ധുക്കളുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തി. വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെട്ടതിൽ മനംനൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നു. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊരാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. എൻ്റെ മകൻ്റെ ജീവിതം വയ്യാനായി. അവളെ കണ്ടെത്താൻ ഉള്ള എല്ലാ നിലപാടുകളും എനിക്ക് വേണ്ട നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാതെ അവളെ ഒരു ഇതായിട്ട് അവിടുന്ന് കഴിച്ചിടാനുള്ള ഉണ്ടാകും. ദൃശ്യങ്ങൾ വൈറലായതോടെ ദീപക് മാനസികമായി തകർന്നിരുന്നുവെന്ന് സുഹൃത്തുക്കളും മൊഴി നൽകിയിട്ടുണ്ട്. ഷിംജിത പങ്കുവച്ച വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന ആരോപണവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്താൻ നീക്കം തുടങ്ങി. ഷിംജിതയുടെ വടകരയിലെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം പോലീസ് മൊഴിയെടുക്കുകയും
അതിനുശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇതിനൊപ്പം യുവതിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസിന്റെ സഹായവും തേടി. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കോഴിക്കോട് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബസ്സിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചാണ് യുവതി വീഡിയോ ചിത്രീകരിച്ചത്. സമൂഹ മാധ്യമത്തിലെ റീച്ചിന് വേണ്ടിയാണ് വീഡിയോ പ്രചരിപ്പിച്ചതെന്നാണ് ആരോപണം. ബസ് യാത്രക്കിടെ ഉണ്ടായ സംഭവം വടകര പോലീസിനെ അറിയിച്ചിരുന്നതായി യുവതി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു പരാതി ലഭിച്ചിട്ടില്ലെന്ന് വടകര SI വ്യക്തമാക്കിയതോടെ യുവതിയുടെ വാദം പൊളിഞ്ഞു. ഇതോടെ യുവതി കൂടുതൽ പ്രതിസന്ധിയിലായി. സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമായതോടെ യുവതി തന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ ഉത്തരമേഖല DIG നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ന്യൂസ് 18 കോഴിക്കോട്. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും തകർക്കാം. ബസ്സിലോ ട്രെയിനിലോ പൊതുസ്ഥലത്തോ വെച്ച് അബദ്ധത്തിലൊന്ന് തട്ടിയാൽ പോലും അത് ലൈംഗിക അതിക്രമമായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈവിടുന്ന പ്രവണത വർദ്ധിച്ചു വരും. ഇത് പ്രതികരിക്കുന്ന സ്ത്രീകളുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്നതാണ്. ആണുങ്ങൾക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാകാം. നാണം കെടുത്താൻ ശ്രമിച്ചാൽ ബലാത്സംഗം ചെയ്യണം. അപ്പോൾ കുറ്റം ചെയ്തു എന്ന പശ്ചാത്താപത്തോടെ മാന്യമായി മരിക്കാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ യുവാവാണ് വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പെണ്ണൊരുമ്പെട്ടാലെന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ നാടിന് തന്നെ ആപത്താകുമെന്ന് കരുതിയില്ലെന്ന് നടി സീമാജി നായരും ഫേസ്ബുക്കിൽ കുറിച്ചു. ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പലരും അതിരുവിടുന്ന പ്രതികരണങ്ങളാണ് നടത്തുന്നത്. മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത, മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥിയും സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസറുമായ അജയ് ഉണ്ണിയാണ് ബലാത്സംഗ ആഹ്വാനവുമായി രംഗത്തെത്തിയത്. ഇത്തരം അനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. നാണം കെടുത്താൻ അനാവശ്യമായൊരു ശ്രമം നടന്നാൽ, മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ട കാര്യം നേരെ പോയി ബലാത്സംഗം ചെയ്ത ശേഷം മരിക്കുക. അപ്പോൾ നമ്മൾ കുറ്റം ചെയ്തു വന്ന മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായി മരിക്കാം. അല്ലാതെ ഒരു കുറ്റവും ചെയ്യാതെ ഭീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് അജയ് ഉണ്ണി വീഡിയോയിൽ പറയുന്നത്. മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത, മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിത് പറയാനുള്ളത്. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോകാമെന്നും അവിടെ പണി ചെയ്ത് പണം സമ്പാദിക്കാമെന്നും ഇയാൾ പറയുന്നു. അജയ് ഉണ്ണി നിരന്തരം ഇത്തരം പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്താറുണ്ടെന്നും ആരോപണമുണ്ട്. ഈ വീഡിയോയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രതികരണങ്ങൾ ഉയരുകയാണ്. ബലാത്സംഗ ആഹ്വാനത്തിന് അജയ്ക്കെതിരെ പോലീസ് കേസെടുത്തേക്കുമെന്നാണ് സൂചന. അതിനിടെ ദീപകിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ നിരവധി പേർ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
സ്ത്രീകൾക്ക് അനുകൂലമായി നിയമങ്ങൾ വന്നത് മുതൽ അത് ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ പലരും മാറുന്നുവെന്നും അതിനുവേണ്ടി എത്ര കള്ളക്കഥകൾ മെനയാനും മടിയില്ലെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ നടി സീമാജി നായർ പറഞ്ഞു. പെണ്ണൊരുമ്പെട്ടാലെന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ നാടിന് തന്നെ ആപത്താകുമെന്ന രീതിയിൽ ഇത് മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലെന്നാണ് സീമയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. മനസ്സാക്ഷിയുള്ള ആർക്കും ഈ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല. നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ ഒരാപത്ത് വളർന്നു വരാൻ അനുവദിക്കരുതെന്നാണ് സീമാജി നായർ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 തൊടുപുഴ. കർണാടക DGPയും സ്ത്രീകളും ഒന്നിച്ചുള്ള അശ്ലീല ദൃശ്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സൃഷ്ടിയാണോ? രാമചന്ദ്ര റാവുവിന്റെ ഈ വാദം നാട്ടിലെ കൊച്ചുകുട്ടികൾ പോലും വിശ്വസിക്കില്ല. ഔദ്യോഗിക ചേംബറിൽ സഹപ്രവർത്തകയ്ക്കൊപ്പമുള്ള അശ്ലീല രംഗം പുറത്തു വന്നതിന് പിന്നാലെ കർണാടക DGP രാമചന്ദ്ര റാവുവിനെ സസ്പെൻഡ് ചെയ്തു. വിരമിക്കാൻ 4 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സസ്പെൻഷൻ. 8 വർഷം മുൻപത്തെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നതെന്ന് സൂചനയുണ്ട്. കർണാടക പോലീസിന് നാണക്കേടായ DGPയുടെ അശ്ലീല ദൃശ്യ വിവാദത്തിലാണ് സർക്കാർ നടപടിയെടുത്തത്. സിവിൽ റൈറ്റ്സ് എൻഫോഴ്സ്മെന്റിന്റെ ചുമതല വഹിക്കുന്ന DGP കെ രാമചന്ദ്ര റാവുവിനെ സസ്പെൻഡ് ചെയ്തു. ഓഫീസിലെത്തിയ സഹപ്രവർത്തകയെ ചുംബിക്കുന്നതിന്റെയും കെട്ടിപ്പിടിക്കുന്നതിന്റെയും ഒന്നിലധികം ഒളിക്യാമറ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. സംഭവം വിവാദമായതോടെ അന്വേഷണം പ്രഖ്യാപിച്ച സിദ്ധരാമയ്യ സർക്കാർ രാമചന്ദ്ര റാവുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. വിരമിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് നടപടി. ആയിരത്തി 1993 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ രാമചന്ദ്ര റാവുവിന്റെ വളർത്തുമകൾ രന്യ റാവുവിനെ 2025 സ്വർണ്ണക്കടത്ത് കേസിൽ റവന്യൂ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിമാനത്താവളത്തിലെ പരിശോധന മറികടക്കാൻ സഹായിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം സർക്കാർ രാമചന്ദ്ര റാവുവിനോട് നിർബന്ധിത അവധിയെടുക്കാൻ നിർദ്ദേശിച്ചു. അവധി പൂർത്തിയാക്കി സർവീസിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് പുതിയ വിവാദത്തിൽ കുടുങ്ങിയത്. 8 വർഷം മുൻപത്തെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവന്നതെന്ന് സൂചനയുണ്ട്. ഓഫീസിനുള്ളിൽ നിന്ന് തന്നെ രഹസ്യമായി ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വീഡിയോയിലുള്ള യുവതി വ്യത്യസ്ത വേഷങ്ങളിൽ രാമചന്ദ്ര റാവുവിന്റെ ചേംബറിലെത്തിയിട്ടുണ്ട്. വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന രാമചന്ദ്ര റാവുവിന്റെ വാദം തള്ളിയാണ് കർണാടക സർക്കാർ നടപടിയെടുത്തത്. ന്യൂസ് 18 ബംഗളൂരു. പൊതുനിരത്തിൽ ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ഇനി നിയമം ലംഘിച്ചാലോ അത് നടപ്പാക്കേണ്ടത് പോലീസും മോട്ടോർ വാഹന വകുപ്പുമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ മോശപ്പെട്ടൊരു പ്രവണത കണ്ടുവരുന്നു. റോഡിൽ നിയമം കയ്യിലെടുക്കുന്നവർ. ഇടുക്കി രാജകുമാരിയിൽ ഇരുചക്ര വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് സ്കൂൾ ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. രാജകുമാരി ഹോളി ക്യൂൻ സ്കൂളിലെ ഡ്രൈവറായ വിഷ്ണുരാജനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാവിലെ 9:45ഓടെ രാജകുമാരി യൂണിയൻ ബാങ്കിന് സമീപം വെച്ചാണ് വിഷ്ണുവിനെ ഇരുചക്ര വാഹനത്തിലെത്തിയയാൾ മർദ്ദിച്ചത്. ഹരിത ജംഗ്ഷൻ അമ്പലക്കവല റോഡിൽ ഇരുചക്ര വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കണ്ടാൽ തിരിച്ചറിയുന്ന മുരുക്കും തൊട്ടി സ്വദേശിയായ ലോറി ഡ്രൈവറാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിഷ്ണു പറയുന്നു. രാവിലെ സ്കൂൾ ബസ് ഡ്യൂട്ടിക്കിടെ എതിരെ ഒരു ബൈക്കുകാരൻ വരികയും ബൈക്കുകാരന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് സ്കൂൾ ബസ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് രാജകുമാരി ടൗണിൽ വെച്ച് ആൾ വണ്ടി കൊണ്ട് വട്ടം വെച്ച് ഉപദ്രവിക്കുകയായിരുന്നു. തന്നെ മാരകമായിട്ട് ഉപദ്രവിച്ചു. ആൾക്കാരെ നോക്കി നിൽക്കെ അടിക്കുകയും ഇടിക്കുകയും ഷർട്ട് വലിച്ചു കയറുകയും നന്നായിട്ട് ഇടിക്കുകയും ചെയ്തു. കുട്ടികളുമായി സ്കൂളിലേക്ക് പോകും വഴി ഇരുചക്ര വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാണ് ആരോപണം. ഇതിനുശേഷം
കുട്ടികളെ സ്കൂളിലാക്കി തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് രാജകുമാരി ടൗണിൽ തടഞ്ഞു നിർത്തി വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിച്ചത്. മുഖത്തടിക്കുകയും പുറത്തിടിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും ചെയ്തു. പരിക്കേറ്റ വിഷ്ണു രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. വിഷ്ണുവിന്റെ പരാതിയിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല, അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അതീവ ശ്രദ്ധ വേണം. കാരണം നമ്മുടെ ഒരു അശ്രദ്ധ മതി മറ്റു വഴി യാത്രക്കാർക്ക് അപകടം സംഭവിക്കാൻ. കൊച്ചി എളമക്കരയിൽ സൈക്കിളിൽ പോയ സ്കൂൾ വിദ്യാർത്ഥിനി വാഹനാപകടത്തിൽപ്പെട്ട കേസൊന്ന് പരിശോധിക്കാം. +1 വിദ്യാർത്ഥിനി ദീക്ഷിതയെ ഇടിച്ചിട്ടത് പുറകിൽ വന്ന കറുത്ത കാറല്ലെന്ന് എളമക്കര പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. വഴിയരികിൽ പാർക്ക് ചെയ്ത ഈക്കോ വാനിന്റെ ഡോർ അശ്രദ്ധമായി തുറന്നപ്പോഴാണ് പെൺകുട്ടി സൈക്കിളിൽ നിന്നും വീണത്. വാനിനകത്തുണ്ടായിരുന്ന സുഭാഷ് നഗർ സ്വദേശിനി രാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടായ ഉടനെ വാനിലുണ്ടായിരുന്ന രാജിയാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയത്. ജനുവരി 15 വൈകിട്ട് ദേശാഭിമാനി റോഡിൽ വെച്ചാണ് ഭവൻസ് വിദ്യാമന്ദിറിലെ +1 വിദ്യാർത്ഥിനിയായ എളമക്കര സ്വദേശിനി ദീക്ഷിത അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥിനിയെ ഇടിച്ചു വീഴ്ത്തിയ കാർ നിർത്താതെ പോയി എന്ന തരത്തിലായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. സൈക്കിളിൽ വരുന്ന വിദ്യാർത്ഥിനി റോഡിലേക്ക് മറിഞ്ഞു വീഴുന്നതും തൊട്ടു പിന്നാലെ വരുന്ന കാർ നിർത്താതെ മുന്നോട്ട് പോകുന്നതുമായിരുന്നു ആദ്യം പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ കണ്ടത്. കാർ കണ്ടെത്താൻ വൈകി എന്ന പേരിൽ പോലീസിനെതിരെ വിമർശനവും ഉയർന്നു. വിദ്യാർത്ഥിനി റോഡിലേക്ക് തെറിച്ചു വീഴുമ്പോൾ ഈ സമയം കറുത്ത നിറത്തിലുള്ള കാർ കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥിനിയെ ഇടിച്ചു വീഴ്ത്തി കാർ നിർത്താതെ പോയെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. തുടർന്ന് ഈ കാർ ഉടമയെ പോലീസ് കണ്ടെത്തി. എന്നാൽ തന്റെ കാർ വിദ്യാർത്ഥിനിയെ ഇടിച്ചിട്ടില്ലെന്നായിരുന്നു കാറുടമയുടെ മൊഴി. പോലീസ് നടത്തിയ പരിശോധനയിലും ഇക്കാര്യം സ്ഥിരീകരിച്ചു. തുടർന്ന് അപകടസ്ഥലത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് യഥാർത്ഥ സംഭവം വ്യക്തമായത്. പിന്നീട് ഈക്കോ വാനിന്റെ ഡോർ തുറക്കുന്നതും വിദ്യാർത്ഥിനി താഴെ വീഴുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി. വിദ്യാർത്ഥിനി സൈക്കിളിൽ വരുമ്പോൾ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഈക്കോ കാറിന്റെ ഡോർ ഡ്രൈവർ രാജി തുറക്കുകയായിരുന്നു. ഈ ഡോർ തട്ടിയാണ് വിദ്യാർത്ഥിനി റോഡിലേക്ക് തെറിച്ചു വീണതെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. അപകടമുണ്ടായ ഉടനെ വാനിലുണ്ടായിരുന്ന രാജിയാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയതും. കേസിൽ സുഭാഷ് നഗർ സ്വദേശിനി രാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മദ്യപിച്ച് ലക്കുകെട്ട് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് എത്രയോ മനുഷ്യരുടെ ജീവനാണ് ഭീഷണിയാകുന്നത്. വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റിയാൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകാം. തിരുവനന്തപുരം കിളിമാനൂരിൽ ഥാർ ജീപ്പ് ബൈക്ക് യാത്രക്കാരായ ദമ്പതിമാരെ ഇടിച്ചു തെറിപ്പിച്ച കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. ഈ മാസം 3-ന് കിളിമാനൂരിൽ വെച്ച് അമിത വേഗത്തിലെത്തിയ ജീപ്പ് ഇടിച്ച് ചികിത്സയിലായിരുന്ന ഭർത്താവ് രജിത്തും മരണത്തിന് കീഴടങ്ങി. ഭാര്യ അംബിക നേരത്തെ മരിച്ചിരുന്നു. ഈ വാഹനത്തിൽ നിന്നും മദ്യലഹരിയിലായിരുന്ന ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. എന്നാൽ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. അതിനിടെ പോലീസ് പിടിച്ചിട്ട ഥാർ ജീപ്പ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ തീ വെച്ച് നശിപ്പിച്ചതിലും ദുരൂഹതയുണ്ട്. നീ മനുഷ്യനാണ്. നീ മോൻ നോക്കടാ. നിന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നാണ് ചോദിക്കണം. നീ കുമ്പിട്ട്
നിന്റെ മോഹൻ രണ്ടുപേരേ ഉള്ള. കിളിമാനൂരിൽ ജീപ്പ് പിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ കുന്നുമേൽ സ്വദേശി രജിത്ത് പുലർച്ചെയാണ് മരിച്ചത്. ബൈക്കിൽ രജിത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഭാര്യ അംബിക ഈ മാസം 7-ന് മരിച്ചിരുന്നു. ജനുവരി 3-ന് കിളിമാനൂർ പാപ്പാലയിലായിരുന്നു അപകടം. രജിത്തും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ താർ ജീപ്പ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ അംബികയുടെ തലയിലൂടെ ജീപ്പ് കയറിയിറങ്ങി. വാഹനത്തിൽ കുടുങ്ങിയ ബൈക്കുമായി ജീപ്പ് 400 മീറ്ററോളം അപകടകരമായി ഓടിച്ച് തെരുവുവിളക്കിന്റെ പോസ്റ്റിലിടിച്ചു. തുടർന്ന് നിർത്താതെ പോയ താർ ജീപ്പ് 5 കിലോമീറ്റർ അകലെ വെച്ച് നാട്ടുകാർ തടയുകയായിരുന്നു. ഈ വാഹനത്തിൽ നിന്നും മധ്യലഹരിയിലായിരുന്ന വള്ളക്കടവ് സ്വദേശി വിഷ്ണുവിനെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടു. വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റു പ്രതികളെ കണ്ടെത്താനോ പിടികൂടാനോ ഇതുവരെ പോലീസിന് ആയിട്ടില്ല. രജിത്ത് കൂടി മരിച്ചതോടെയാണ് പ്രതിഷേധം കനക്കുന്നത്. മൃതദേഹവുമായി നാട്ടുകാർ MC റോഡ് ഉപരോധിച്ചു. ഇതിനിടെ നാട്ടുകാരും പോലീസുമായി സംഘർഷാവസ്ഥയുണ്ടായി. പാവങ്ങളെ അടിച്ചാലും പാവങ്ങളെ കൊന്നാലും ചോദിക്കാൻ പോലീസും ഇല്ല. പണക്കാരൊക്കെ ഉള്ളു, പോലീസ് പാർട്ടി പോലീസിനെ ഉള്ളു. ദമ്പതിമാരുടെ 8-6 വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയായിരുന്നു പ്രതിഷേധത്തിനെത്തിയത്. പ്രതിഷേധക്കാരുമായി വർക്കല DYSP ചർച്ച നടത്തി. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പ്രതികളെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും DYSP അറിയിച്ചു. വളരെ വിലപ്പെട്ട 2 ജീവനുകൾ നഷ്ടപ്പെട്ടു. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഇവിടെ പോയത്. പോലീസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആൾറെഡി ഇതിനകത്ത് നമ്മൾ മർഡറിന് തുല്യമായ സെക്ഷനുകൾ ഇട്ടിട്ടുണ്ട്. 304 പഴയ 304 105 എന്ന് ഇട്ടിട്ടുണ്ട്. അതിലെ പ്രതികളെ പിടിക്കാൻ ഇപ്പോഴും ഒരു ടീം അവിടെ ഉണ്ട്, പ്രതിയെ പിടിക്കാൻ. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ നടപടികളുണ്ട്. വാഹനത്തിൽ നേരത്തെ പറഞ്ഞ അവർ 2 പേരെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരെ ഐഡൻറ്റി കാർഡ് അതിനകത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ 2 പേരും CA പറഞ്ഞിരിക്കുന്നത് അവരെ കോൾ ഡീറ്റെയിൽസ് മറ്റുകൊടുത്തിൽ ഒരാൾ അങ്കമാലിയിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിലാണെന്നും അടുത്ത ആൾ പമ്പിൽ അവരുടെ അവിടെ ഒരു പമ്പിലോ എന്തോ ഒരു CCTV വിഷനിൽ ഉണ്ടെന്നും പറയും. സംഭവത്തിൽ തുടക്കം മുതൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ട്. വാഹനത്തിൽ നിന്നും 2 പേരുടെ ID കാർഡുകളും കണ്ടെത്തിയിരുന്നു. ഉന്നതരെ സംരക്ഷിക്കാൻ കിളിമാനൂർ പോലീസ് ശ്രമിച്ചുവെന്ന് കാട്ടി മരിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയുണ്ടായി. അംബികയുടെ മരണത്തിന് ശേഷം സമ്മർദ്ദങ്ങളെ തുടർന്നാണ് പോലീസ് നരഹത്യക്കുള്ള വകുപ്പ് ചേർത്തത്. അതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് പിടിച്ചിട്ടിരുന്ന താർ ജീപ്പ് ആരോ തീവെച്ച് നശിപ്പിച്ചു. ആറ്റിങ്ങൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി വ്യാപക റെയ്ഡുമായി ED. കേസിലെ മുഴുവൻ പ്രതികളുടെയും വീടുകളിലാണ് ED റെയ്ഡ് നടത്തിയത്. കേരളം, തമിഴ്നാട്, കർണാടക അടക്കമുള്ള 3 സംസ്ഥാനങ്ങളിലായി 21 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ഓപ്പറേഷൻ ഷാഡോ എന്ന പേരിലായിരുന്നു ED റെയ്ഡ്. അതിനിടെ ശബരിമല സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു. തട്ടിളപ്പാളിയിലും പ്രഭാമണ്ഡല പാളികളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനായിരുന്നു പരിശോധന.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, എ പത്മകുമാർ, എൻ വാസു തുടങ്ങിയവരുടെ വീടുകളിലും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സ്ഥാപനങ്ങളിലും അടക്കമാണ് പരിശോധന. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും ഇ ഡി സംഘമെത്തി പരിശോധന നടത്തി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ വീട്, ബംഗളൂരുവിലെ ജ്വല്ലറി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു ശ്രീരാംപുരയിലെ വീട് എന്നിവിടങ്ങളിലെല്ലാം ഒരേ സമയമാണ് റെയ്ഡ് തുടങ്ങിയത്. മുരാരി ബാബുവിന്റെ കോട്ടയത്തെ വീട്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂർ പുളിമാത്തുള്ള വീട്ടിലും സഹോദരിയുടെ വെഞ്ഞാറമൂട് വലിയ കട്ടക്കലിലെ വീട്ടിലും എൻ വാസുവിന്റെ പേട്ടയിലെ വീട്ടിലും പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലും റെയ്ഡ് നടന്നു. കെ പി ശങ്കരദാസ്, എൻ വിജയകുമാർ, എസ് ബൈജു എന്നിവരുടെ തിരുവനന്തപുരത്തെ വീടുകളിലും പരിശോധന നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT സംഘം അന്വേഷിക്കുന്നതിനിടെയാണ് കേസിലെ സാമ്പത്തിക ഇടപാട് ED പരിശോധിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ED അന്വേഷണം. പരിശോധനയിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തതായാണ് സൂചന. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റെയ്ഡിന് ശേഷം സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്കും വരും ദിവസങ്ങളിൽ ED കടന്നേക്കും. അതിനിടെ ശബരിമല സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടങ്ങി. ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച പഴയ കതക് SIT പരിശോധിച്ചു. ഇതിലെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ വാതിലുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് പഴയ വാതിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത്. പഴയ കൊടിമര ഭാഗങ്ങളും പരിശോധിക്കുന്നുണ്ട്. പഴയ കൊടിമരത്തിൽ നിന്ന് മാറ്റിയ ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നും SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നു. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 വാതിലുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. കട്ടിളപ്പാളിയിലും പ്രഭാമണ്ഡല പാളികളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് പരിശോധന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമ്പലക്കള്ളന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കട്ടവരെ കുറിച്ച് മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തുന്ന മോഷ്ടാക്കളെ കുറിച്ചും അറിയണം. പാലക്കാട് നഗരത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് കള്ളൻ കൊണ്ടുപോയത് വിഗ്രഹമാണ്. അയ്യപുരം ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹമാണ് മോഷണം പോയത്. രാത്രി ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചകത്ത് കയറിയ മോഷ്ടാവ് വിഗ്രഹം കവരുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 5:30 ക്ഷേത്രത്തിലെ പൂജാരി നട തുറന്നപ്പോഴാണ് വിഗ്രഹം മോഷണം പോയതറിഞ്ഞത്. അയ്യപ്പുരം ശ്രീരാമക്ഷേത്രത്തിലെ ശ്രീരാമ സീതാസമേത ലക്ഷ്മണ ആഞ്ജനേയ പഞ്ചലോഹ വിഗ്രഹമാണ് മോഷ്ടിക്കപ്പെട്ടത്. കൂടാതെ ക്ഷേത്രത്തിലെ ഒരു വിളക്കും മോഷ്ടിച്ചിട്ടുണ്ട്. രാവിലെ വന്ന് അമ്പലം തുറക്കുമ്പോൾ അറിയാം, അമ്പലം ഫ്രണ്ടൊക്കെ അടച്ചമാരി ഉണ്ടായിരുന്നു. ഉള്ളിൽ പോയ ശേഷമാണ് വിഗ്രഹം കാണാത്തതുകൊണ്ട് അറിഞ്ഞത്. അതും ഒരു വിളക്കും കാണാൻ കാര്യം. പിന്നെയാണ് അറിയിച്ചപ്പോൾ പോലീസ് കംപ്ലൈൻറ്റ് എടുത്തിട്ട് ഉള്ളിൽ ഓട് പൊളിച്ചിട്ട് അറിയിക്കുന്നു. പഞ്ചലോക വിഗ്രഹമാണ്. രാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ, അങ്ങനെ ഒരടീൻ്റെ വിഗ്രഹം. ഓട് പൊളിച്ചാണ് കള്ളൻ അകത്ത് കടന്നത്. ചുവരുകളിൽ കള്ളൻ താഴേക്കിറങ്ങിയതിന്റെ പാടുകളുണ്ടെന്ന് ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള ആഞ്ജനേയ സേവാ സമിതി സെക്രട്ടറി കാശിനാഥൻ പറഞ്ഞു. ഈ ഓട് പൊളിച്ചിട്ടാണ് ആൾ ഉള്ളിൽ കിടന്നത് വ്യക്തമായി കാണാൻ പറ്റും. കാരണം ഓടെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു, തിരിച്ച് അതേപോലെ വെച്ചിട്ടുണ്ട്. ആ ചുമരിലൂടെ ഇറങ്ങിയതിൻ്റെ ഫുട്ടേജ് എല്ലാം ചുമരിലുണ്ട്. പിന്നെ അതിലുണ്ടായിരുന്ന ഒരു ട്യൂബ് സെറ്റ് അതും അടർന്ന് കിടക്കുകയാണ്. കാരണം ഇറങ്ങലിൽ ആ ട്യൂബ് വീണ് കിടക്കുന്നു. എന്താണ് മോഷണം പോയിട്ട്? പഞ്ചലോക വിഗ്രഹമാണ്. ശ്രീരാമ സീത ലക്ഷ്മണ സമേത ഹനുമാൻ സ്വാമി പഞ്ചലോക വിഗ്രഹമാണ്. അതല്ലാതെ വേറെ എന്തൊക്കെ പോയിട്ടുണ്ട്? ഇവിടെ ഒരു കവർ വിളക്ക് ഫ്രണ്ടിൽ വരെ വെക്കില്ലേ, 3 തിരി വിളക്ക് വെക്കും, അതൊന്നും നഷ്ടപ്പെട്ടു. പൈസ തട്ടിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. 12 വർഷം മുമ്പും ഇതേ ക്ഷേത്രത്തിൽ വിളക്കുകളും മറ്റും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്.
സംഭവത്തിൽ പാലക്കാട് നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. മലയാളികൾക്ക് സ്വർണത്തോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കല്യാണങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ആഭരണമൊക്കെ അണിഞ്ഞ് വലിയ ആർഭാടത്തോടെ പോകുന്നതാണ് നമ്മുടെ രീതി. എന്നാൽ സ്വർണത്തിന് റെക്കോർഡ് വിലയായതോടെ പരമാവധി ആഭരണങ്ങൾ അണിയാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. വീട്ടിൽ സൂക്ഷിക്കുന്നതും അപകടകരമാണ്. കോട്ടയം പുതുപ്പള്ളിയിലെ റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് 100 പവൻ സ്വർണം മോഷണം പോയ കേസൊന്ന് പരിശോധിക്കാം. ഇവിടെ താമസിക്കുന്നവർ അവധിക്ക് നാട്ടിൽ പോയ സമയത്താണ് സ്വർണം കവർന്നത്. കവർച്ചാ സംഘത്തിനായി കോട്ടയം ഈസ്റ്റ് പോലീസ് തിരച്ചിൽ തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് ശേഷമാണ് മോഷണം നടന്നത്. പുതുപ്പള്ളിയിൽ റബ്ബർ ബോർഡിന്റെ 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നാണ് 100 പവനിൽ അധികം സ്വർണം കവർന്നെടുത്തത്. മൂന്നാമത് ഒരു ക്വാർട്ടേഴ്സ് കുത്തി തുറന്നെങ്കിലും നിലവിൽ ഒന്നും മോഷണം പോയതായി വിവരമില്ല. 4ാമത്തെ ക്വാർട്ടേഴ്സും കുത്തി തുറക്കാനുള്ള ശ്രമം നടന്നിരുന്നു. Today it has morning it has happened, and as I have told that it is under the control of the police. They are doing the investigations, and in 2 or 3 places it has happened, and until the investigation over, we are not in a position to say. Investigation is over by the police. In the security persons in night duty, we have a system of watchers here. Okay. But they are not professionals. We are just managing in our campus. ക്വാർട്ടേഴ്സിലെ താമസക്കാർ നാട്ടിലും മറ്റും പോയ സമയം നോക്കിയാണ് മോഷണം. രാവിലെ തിരികെ എത്തിയ താമസക്കാരാണ് വൻ മോഷണത്തിന്റെ വിവരം തിരിച്ചറിഞ്ഞത്. കോട്ടയം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികൾക്കായി തെരച്ചിൽ തുടങ്ങി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. സംഘം ചേർന്നുള്ള മോഷണമാണോ നടന്നത് എന്നതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കോട്ടയം. കാസർഗോഡ് ജില്ലയിൽ മോഷണം തുടർക്കഥയായിട്ടും കവർച്ചാ സംഘങ്ങൾക്കെതിരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥ. കുമ്പളയിൽ അഭിഭാഷകയുടെ വീട്ടിലുണ്ടായ കവർച്ചയ്ക്ക് പിന്നാലെ മടിയൻ പൂരം ക്ഷേത്രത്തിലും മോഷണശ്രമം നടന്നു. കുമ്പളയിലെ കവർച്ചയിൽ പോലീസ് നിർണായക തെളിവുകൾ കണ്ടെത്തി. ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കവർച്ചക്കാരുടെ നിന്ന് കരുതുന്ന നിരവധി വിരലടയാളങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുമ്പള നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിലെ കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. കേസിന് തുമ്മുണ്ടാക്കുവാൻ സഹായകമാകുന്ന നിർണായക തെളിവുകൾ കണ്ടെത്തിയതായാണ് വിവരം. ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കവർച്ചക്കാരുടേതെന്ന് കരുതുന്ന നിരവധി വിരലടയാളങ്ങൾ കണ്ടെത്തി. പോലീസ് നായ വീട്ടിലും പരിസരത്തും മണം പിടിച്ച ശേഷം റോഡ് വരെ ഓടിയിരുന്നു. ഇവിടെ വെച്ചായിരിക്കാം കവർച്ചക്കാർ വാഹനത്തിൽ കയറി സ്ഥലം വിട്ടതെന്നാണ് സംശയിക്കുന്നത്. കാസർഗോഡ് ബാറിലെ അഭിഭാഷികയായ ചൈത്രയുടെ നായിക്കാപ്പിലുള്ള വീട്ടിൽ ഞായറാഴ്ച രാത്രിയാണ് കവർച്ച നടന്നത്. 29 പവൻ സ്വർണവും 4 ലക്ഷത്തിന്റെ വെള്ളിയും 5000 രൂപയുമാണ് കവർന്നത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാര തകർത്താണ് ആഭരണങ്ങളും പണവും കവർന്നത്. ചൈത്രയും കുടുംബവും വീട് പൂട്ടി സമീപത്തെ ക്ഷേത്രോത്സവത്തിന് പോയതായിരുന്നു. രാത്രി 8 മണിക്ക് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷ്ടാക്കൾ വിഹരിക്കുകയാണ്. മടിയൻകുലം ക്ഷേത്രത്തിലാണ് ഒടുവിൽ മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗം നടവഴിയിൽ സ്ഥാപിച്ചിട്ടുള്ള 2 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിലാണ്. ഭണ്ഡാരങ്ങളിൽ 1 വലുതും
രണ്ടാമത്തേത് ചെറിയ സ്റ്റീൽ ഭണ്ഡാരവുമാണ്. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ പാട്ടോത്സവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭണ്ഡാരങ്ങളിൽ വലിയ തോതിൽ പണം ഉണ്ടാകുമെന്ന് കരുതി മോഷ്ടാക്കൾ കുത്തി തുറന്നതാകാമെന്നാണ് കരുതുന്നത്. എന്നാൽ പാട്ടോത്സവത്തിന് ശേഷം ഭണ്ഡാരങ്ങളിൽ നിന്നും പണം എടുത്തിരുന്നതായി അധികൃതർ പറഞ്ഞു. ചെറിയ തുക മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നാണ് നിഗമനം. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ ഓസ്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കാസർഗോഡ്. ഓൺലൈൻ തട്ടിപ്പിൽ ഡോക്ടർക്ക് നഷ്ടമായ 10.5 ലക്ഷം രൂപ തേടിപ്പോയ കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് ചുരുളഴിച്ചത് അന്താരാഷ്ട്ര ബന്ധമുള്ള തട്ടിപ്പ്. പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നാണ് മുഖ്യപ്രതി ജീവൻ രാം പിടിയിലായത്. ലുധിയാന നൂർമാലയിലെ ഗ്രാമത്തിൽ തയ്യൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. വിവിധ സംസ്ഥാനങ്ങളിൽ പടർന്നുകിടക്കുന്നതാണ് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ശൃംഖലയെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. കണ്ണൂർ സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് ഡിജിറ്റൽ അറസ്റ്റ് വഴിയാണ് 10.5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പഞ്ചാബിലെ ലുധിയാനയ്ക്ക് സമീപമുള്ള വസന്ത് വിഹാർ ഗ്രാമത്തിൽ സാഹസികത നിറഞ്ഞ നീക്കത്തിലൂടെയാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ നിരന്തരം മാറുന്നത് പോലീസ് സംഘത്തെ കുഴക്കിയിരുന്നു. കൊടും തണുപ്പിൽ ഗ്രാമവാസികളെല്ലാം ഏതാണ്ട് ഒരേ രീതിയിലുള്ള വസ്ത്രമണിഞ്ഞാണ് വീടിന് പുറത്തിറങ്ങുന്നത്. ഇതും പ്രതിയെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാക്കി. 5 ദിവസത്തെ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. പിടിയിലായ ജീവൻ റാം തയ്യൽ ജോലിയാണ് ചെയ്തിരുന്നതെന്ന് പോലീസ് പറയുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പടർന്നുകിടക്കുന്നതാണ് ഈ തട്ടിപ്പ് സംഘത്തിന്റെ ശൃംഖല. തട്ടിപ്പ് സംഘാംഗങ്ങൾക്ക് പ്രത്യേക ചുമതലകളുണ്ട്. വീഡിയോ കോളിലൂടെ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം അയപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പ്രധാനിയുടെ ജോലി. ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിക്കാനും തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം പെട്ടെന്ന് മറ്റുള്ള അക്കൗണ്ടിലേക്ക് മാറ്റാനുമൊക്കെ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടറുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ 7.2 ലക്ഷം രൂപ ജീവൻ റാമിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കി 3.3 ലക്ഷം രൂപ ഉത്തർപ്രദേശിൽ നിന്നുള്ള സംഘാംഗത്തിന്റെ അക്കൗണ്ടിലുമാണ് എത്തിയത്. ജീവൻ റാം ഉടൻ പണം പിൻവലിച്ച് മറ്റ് സംഘാംഗങ്ങൾക്ക് വീതിച്ചു നൽകിയതായി പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്തേക്ക് ഓരോ ദിവസവും വൻതോതിലാണ് കഞ്ചാവ് എത്തുന്നത്. മൂവാറ്റുപുഴയിൽ 15 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ പിടിയിലായി. ബംഗാളിൽ നിന്ന് ട്രെയിനിൽ ആലുവയിൽ ഇറങ്ങിയ ശേഷം ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ അന്വേഷണ സംഘം പിന്തുടർന്നാണ് ഇവരെ പിടികൂടിയത്. ബംഗാളിൽ നിന്ന് 1000 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് 25,000 രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. കൊല്ലം പുനലൂരിൽ 1.5 കിലോയോളം കഞ്ചാവുമായി 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴയിൽ 15 കിലോ കഞ്ചാവുമായാണ് 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായത്. വെസ്റ്റ് ബംഗാൾ റാണിനഗർ സ്വദേശി സാഗർ മൊല്ല, നാദിയ സ്വദേശി ദിബാകർ മണ്ഡൽ എന്നിവരെയാണ് റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മൂവാറ്റുപുഴ പോലീസും ചേർന്ന് പിടികൂടിയത്. ബംഗാളിൽ നിന്ന് ട്രെയിനിൽ ആലുവയിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. അന്വേഷണ സംഘം ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. കിലോഗ്രാമിന് 1000 രൂപയ്ക്ക് അവിടെ നിന്ന് കഞ്ചാവ് വാങ്ങി 25,000 രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് എത്തിക്കുന്ന സംഘമാണ് പിടിയിലായത്. ഇവർ ഇടയ്ക്കിടെ കേരളത്തിൽ വന്നു പോകുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നേതൃത്വത്തിൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ, മൂവാറ്റുപുഴ ഡിവൈഎസ്പി
PM ബൈജു, ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കൊല്ലം പുനലൂരിൽ 1 കിലോ 600 ഗ്രാം കഞ്ചാവുമായി 2 പേരെ ഡാൻസ് അപ്പ് ടീമും പുനലൂർ പോലീസും ചേർന്നാണ് പിടികൂടിയത്. പുനലൂർ ശാസ്താംകോണം സ്വദേശി ജിതിൻലാൽ ജി, കോക്കാട് സ്വദേശി അജ്മൽ എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് SI ബാലാജി എസ് കുറുപ്പ്, അംഗങ്ങളായ SCPO അനീഷ് കുമാർ, CPOമാരായ ആദർശ് വിക്രം, ആലിഫ് ഖാൻ, പുനലൂർ SIമാരായ അനീഷ്, ശിശിർ, റിയാസ്, CPO പ്രിൻസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ, പുനലൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം ബാലരാമപുരത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. RC സ്ട്രീറ്റിൽ ജേക്കബ്, അജി ദമ്പതികളുടെ ഏകമകൻ അജയ് ജേക്കബാണ് മരിച്ചത്. തിരുവനന്തപുരം വെള്ളനാട് വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് വെള്ളായണി സ്വദേശി വിമൽകുമാർ. കൊല്ലം പരവൂരിൽ സ്ഥാപനത്തിൽ കയറി സ്ത്രീയെ വെട്ടുകത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മാല പൊട്ടിച്ച കേസിൽ 2ാം പ്രതി പിടിയിൽ. മയ്യനാട് സ്വദേശി നിഷാദാണ് പിടിയിലായത്. ഇടുക്കി കട്ടപ്പനയിൽ പ്രകോപനമില്ലാതെ വീടാക്രമിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി. പുളിയന്മല സ്വദേശി വിനോദിന്റെ വീട്ടിൽ അതിക്രമം കാട്ടിയയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എടാ, നീ ഒരാണല്ലേ, ഇങ്ങനെ കരയാമോ? കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും വീണാലോ സഹോദരങ്ങളുമായി വഴക്ക് കൂടിയ ശേഷം കരഞ്ഞാലോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ? ഒരു ഇമോഷണൽ സിനിമ കണ്ട് കരഞ്ഞാലും പലരും കളിയാക്കിയിട്ടുണ്ട്. ആണുങ്ങളായാൽ ഇങ്ങനെ പെരുമാറാവും, സ്ട്രോങ് ആവണം എന്ന ധാരണ ചെറുപ്പത്തിൽ നമ്മുടെ തലയിൽ കയറിയതാണ്. പിന്നെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ കരയണമെന്ന് തോന്നും. പക്ഷെ കരയാത്ത പുരുഷൻ എന്ന ടൈറ്റിൽ തലയ്ക്ക് മുകളിലുള്ളത് കൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കും. ഒടുവിൽ നെഞ്ചുപൊട്ടി മരിക്കാനും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയാതെ ജീവനൊടുക്കാനും വിധിക്കപ്പെട്ട ജന്മങ്ങൾ. കോഴിക്കോട് ഗോവിന്ദപുരത്ത് ദീപക്കിനും ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ആണായിപ്പോയില്ല. കരഞ്ഞാൽ നാണക്കേടാകില്ലേ? ഒന്ന് വാ വിട്ട് കരഞ്ഞിരുന്നെങ്കിലോ, ആരോടെങ്കിലും വിഷമം പങ്കുവെച്ചിരുന്നെങ്കിലോ ആ അച്ഛനും അമ്മയ്ക്കും പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഓർക്കുക, നാളെ നമുക്കും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാം. ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത്, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയണം. സങ്കടം വന്നാൽ പൊട്ടിക്കരയണം. എല്ലാം ഉള്ളിലൊതുക്കിയാൽ ഇതുപോലുള്ള ദുരന്തമാകും കാത്തിരിക്കുക. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.